എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ സോപ്പ് മേക്കിംഗ് സീരീസിലെ 3ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഒരു മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആര്യവേപ്പിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് എങ്ങനെ ഒരു മെൽറ്റ് ആൻഡ് പോർ സോപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സോപ്പിൽ നമ്മൾ ആര്യവേപ്പിൻ്റെ ഫ്രഷ് ജ്യൂസാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സോ വേറെ പൗഡറോ ഒന്നും ഹെർബൽ പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്യുന്നത്. ആര്യവേപ്പ് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് ആദ്യം പോയി ആര്യവേപ്പ് പറിക്കാം. തൽക്കാലം നമുക്ക് ഇത്രയും മതി. ആര്യവേപ്പ് ഒറ്റയ്ക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആര്യവേപ്പ് അരയില്ല. അപ്പോൾ ആര്യവേപ്പ് അരഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് കുറച്ച് പനിക്കൂർക്ക കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് പനിക്കൂർക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത്രയും മതി. നമുക്കിത് ആവശ്യത്തിനുള്ള ആര്യവേപ്പും പനിക്കൂർക്കയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇതിനൊന്ന് വാഷ് ചെയ്ത് ഇതിനെ അരച്ച് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കണം. ആദ്യത്തെ ഒരു പ്രോസസ്സ് അതാണ്. നമ്മളിപ്പോൾ 100 ഗ്രാംസിൽ ഒരു സോപ്പേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു സോപ്പിന് ആവശ്യമുള്ള ജ്യൂസല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ജ്യൂസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കതൊരു അറിവിലോട്ട് നല്ല കാര്യവും. ഇത് ആക്ച്വലി നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സോപ്പ് ഇതിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ജ്യൂസ് എത്രത്തോളം സോപ്പിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് സോപ്പ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്ത് എല്ലാ അഴുക്കും കാര്യങ്ങളൊക്കെ കളയാം. നമ്മൾ വെളിയിൽ നിൽക്കുന്നതായതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ നല്ലോണം തൂത്ത് വേണം ഇതെടുക്കാൻ. നമ്മളിത് 2 പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തെടുത്തു. മഴക്കാലമായതുകൊണ്ട് വലിയ പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല. ആര്യവേപ്പ് ഒറ്റയ്ക്ക് അരയില്ല. വെള്ളം ചേർത്ത് അരയ്ക്കുക ഈ ഒരു സോപ്പ് മേക്കിങ്ങിന് നല്ലതല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആര്യവേപ്പ് അരയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കറ്റാർവാഴയോ അല്ലെങ്കിൽ പനിക്കൂർക്കയോ ഒക്കെ ഇടാം. പനിക്കൂർക്ക ഞാനിതിൽ ആഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പനിക്കൂർക്കയുടെ ഒരു നല്ലൊരു ഗ്രീൻ കളർ, നമ്മൾ വേറെ കളേഴ്സൊന്നും ഇതിൽ സിന്തറ്റിക് കളേഴ്സ് ആഡ് ചെയ്യണില്ല. അതുകൊണ്ട് പനിക്കൂർക്കയുടെ ഒരു ഗ്രീൻ കളർ കൂടെ ഇതിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ നീമിൻ്റെ സോപ്പിൽ നോർമലി പനിക്കൂർക്കയാണ് അരയ്ക്കുമ്പോൾ അരയാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാറ്. ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ ഇത് രണ്ടും ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇല എടുത്തിട്ടിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ അരച്ച് വെള്ളം ചേർക്കാതെ അരച്ച് എടുത്തിട്ട് വരാം. നമ്മുടെ ആര്യവേപ്പ് ഇതാ ഈ ഒരു പരുവത്തിൽ അരഞ്ഞു കിട്ടണം. ഈ പനിക്കൂർക്ക ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതൊരു തുണിയിൽ വേണം അരിച്ചെടുക്കാൻ. ഇതിനകത്തൊക്കെ ഉണ്ട്. ഇതുപോലൊരു കോട്ടൺ ക്ലോത്തിൽ നമുക്കിത് ജ്യൂസ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യണം. ഇതിന് നല്ലപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുക്കുക. നമ്മൾ ഈ എടുക്കുന്ന ജ്യൂസ് തലേ ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ആ തെളി അടിയും. അപ്പോൾ ആ തെളി ഊറ്റിക്കളഞ്ഞാൽ അതിൻ്റെ മട്ട എടുത്തു കഴിഞ്ഞാൽ സോപ്പിന് നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ ഗുണവും കൂടും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഫ്രഷായിട്ട് എടുത്ത് ഇത് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇതിനും ഇത് ആഡ് ചെയ്യുന്നതിനേക്കാളും കളർ കിട്ടണമെങ്കിൽ നമ്മൾ തലേ ദിവസം ജ്യൂസ് എടുക്കുക, ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക, മട്ട് എടുക്കുക, തെളി ഊറ്റി കളഞ്ഞിട്ട് മട്ട് എടുക്കുക. നമ്മളെടുത്ത ജ്യൂസ് ഏകദേശം 50 ml. ഇത് 500 ml മെഷറിംഗ് കപ്പാണ്. 50 ml ആണ് എടുത്ത ജ്യൂസ് വന്നിരിക്കുന്നത്. ഈ 50 ml 100 ml നമ്മൾ 2 ഗ്രാം സോഡിയം ബെൻസോണേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ 50 ml ഏകദേശം 1 ഗ്രാം സോഡിയം ബെൻസോണേറ്റ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യണം. ഇത്ര മതി. നോർമലി നമുക്ക് ഈ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിത് കൂടുതൽ നാൾ നിൽക്കണം എന്നുള്ള അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആഡ് ചെയ്യേണ്ടതുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 3 മാസം വരെ നമ്മൾ നിൽക്കും. നോർമൽ ഫ്രഷ് ജ്യൂസ് എടുത്താൽ 3 മാസം വരെ നമുക്ക് നിൽക്കും. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ നോർമലി ഇത് യൂസ് ചെയ്യാറില്ല.
ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളും എല്ലാവർക്കും അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ്. അപ്പോൾ സോഡിയം ബെൻസോണേറ്റ് ഇതിൻ്റെ അകത്ത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കൊരു 3 months വരെയും കേടാവാതിരിക്കും. ഇനി നമുക്ക് ബാക്കി സോപ്പിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. നമുക്ക് മെൽറ്റ് ആൻഡ് പോർ സോപ്പ് ബേസ് ഉണ്ട്. ഇതുപോലൊരു പാത്രം വേണം. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പായതുകൊണ്ട് ഒരൊറ്റ സോപ്പേ നമ്മൾ സാമ്പിൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പാത്രം മതി. നോർമലി ഞാൻ ഇതിലല്ല ചെയ്യാറ്. ഇത് നമുക്ക് വെള്ളം എടുക്കാൻ ഇതുപോലൊരു പാത്രം. നമുക്ക് ഡബിൾ ബോയിലിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഇറക്കി വെച്ചിട്ട് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത്യാവശ്യമുള്ള 100 ഗ്രാം സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബേസ് മെഷർ ചെയ്തെടുക്കാം. നമ്മൾ 100 ഗ്രാമിന് ആവശ്യമായിട്ടുള്ള സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം സോപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും കറക്റ്റായിട്ട് 100 ഗ്രാം ബേസ് എടുക്കരുത്. നമ്മളെപ്പോഴും കുറച്ച് കൂടുതലൊരു ഞാനൊരു 5 ഗ്രാം കൂടുതൽ എടുക്കാറുണ്ട്. അപ്പോഴേ നമുക്ക് കുറച്ച് നമ്മൾ ആ മേക്ക് ചെയ്യുന്ന ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് കുറച്ച് നമുക്ക് പ്രോഡക്റ്റ് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കണം. അതുപോലെ തന്നെ സോപ്പ് ബേസ് എപ്പോഴും പൊതിഞ്ഞ് എടുത്ത് വയ്ക്കുക. നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോപ്പ് ബേസ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ പ്രത്യേകിച്ചും ഗ്ലൗസ് ഉപയോഗിച്ച് സൂക്ഷിച്ച് ചെയ്യാം. സോപ്പ് ബേസ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ബാക്കി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. ഇത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. ഒരു ഡ്രോപ്പ് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇവിയോൺ ക്യാപ്സ്യൂൾ ആകുമ്പോൾ ഈസിലി എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഇനി ഫ്രാഗ്രൻസ് മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഡ്രോപ്പ് ഒലീവ് ഓയിൽ, ഒരു ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ. ഇനി ഇത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഫ്രഷ് ജ്യൂസ് ആണ്. ഫ്രഷ് ജ്യൂസ് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. 100 ഗ്രാം സോപ്പിന് വേണ്ടിയിട്ട് 2 ml ആണ് ജ്യൂസ് ആഡ് ചെയ്യുന്നത്. 100 ഗ്രാം സോപ്പ് ബേസ് എടുക്കുമ്പോൾ 2 ml ഫ്രഷ് ജ്യൂസ് എടുക്കുക. മാക്സിമം 2.5 ml. അത് വിട്ട് പോകരുത്. അത് നമ്മുടെ സോപ്പിൻ്റെ കട്ടീനെ ബാധിക്കും. സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം 2-2.5 ml ജ്യൂസേ ഒരു 100 ഗ്രാമിൻ്റെ സോപ്പിന് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു മെഷർമെൻറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ഇനി ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ കാര്യമാണെങ്കിൽ ഫ്രാഗ്രൻസ് 1 kg ബേസിന് 10 ml ഫ്രാഗ്രൻസ് ആണ് അതിൻ്റെ കണക്ക്. അതായത് 100 ഗ്രാമിൻ്റെ ബേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 ml ഫ്രാഗ്രൻസ് ആഡ് ചെയ്യേണ്ട വരുള്ളൂ. നല്ല ഫ്രാഗ്രൻസ് ആണെങ്കിൽ, യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഒരു സോപ്പിലേക്ക് 1 ml ഫ്രാഗ്രൻസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ്. നമ്മളിതിൽ ആവശ്യമുള്ള മിക്സ്ചർ തയ്യാറാക്കുകയാണ്. ആദ്യം തന്നെ 2 ml ജ്യൂസ് എടുക്കാം. രണ്ട് ml എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ. 2 ml ജ്യൂസ് എടുത്തു. തലേ ദിവസം എടുത്തു വെച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു കളർ കിട്ടിയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്തതുകൊണ്ട് കുറച്ച് കളർ കുറവായിരിക്കും. വെജിറ്റബിൾ ഗ്ലിസറിൻ ചെറിയ അളവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൽമണ്ട് ഓയിൽ, കുറച്ച് ഒലിവ് ഓയിൽ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ. ഈ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ലാസ്റ്റാണ് ചേർക്കുക. അപ്പം അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മോൾഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്, സ്ക്വയർ മോൾഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതാണ് ഡബിൾ ബോയിലിംഗ് സിസ്റ്റം. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം. അതിൻ്റെ അകത്തോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്യാൻ. നമ്മുടെ ബേസ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ബേസാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിക്കാം. അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ
ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ജ്യൂസ് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. നമുക്കിതിൻ്റെ അകത്തോട്ട് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. 1 ml ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മുകളിൽ വന്ന് നിൽക്കുന്ന ബബിൾസ് കളയണമെങ്കിൽ നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്തില്ല റബ്ബിംഗ് ആൽക്കഹോൾ, ഞാൻ യൂസ് ചെയ്യാറില്ല. നമ്മളിത് ഷോപ്പിലൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബബിൾസൊക്കെയും റിമൂവായി പോകുന്നതാണ്. നല്ല ബേസാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു 3/4 മണിക്കൂറിൽ ഒരു 45 മിനിറ്റ്സിൽ ഇത് സെറ്റായി കിട്ടും. ഒരു 1 ഹവറിന് ശേഷം നമുക്കിത് അൺമോൾഡ് ചെയ്തിട്ട് കാണിക്കാം. 1 ഹവറിന് ശേഷം നമ്മൾ സോപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അൺമോൾഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ സോപ്പ്. സോപ്പ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബബിൾസിനെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഇരുന്നത് കൊണ്ട് നമുക്ക് സോപ്പിന് കുറച്ച് ബാക്ക് സൈഡല്ല ഒരു അഭംഗി ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതുകൊണ്ട് വേറെ ഇത് ഒരു ഒറ്റ വാഷിൽ ഇതൊക്കെ പോയി. സോപ്പ് ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോയി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കെമിക്കൽ എക്സ്ട്രാ ആഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യാത്തത്. ഇതാണ് നമ്മുടെ ഫൈനൽ സോപ്പ്. സോപ്പ് അൺമോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പാക്ക് ചെയ്യണം. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ സോപ്പ് ഇരുന്ന് സ്വെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് നോർമലി ചെയ്യാറ്. എയർ കിടക്കാത്ത രീതിയിൽ നല്ല രീതിക്ക് പാക്ക് ചെയ്യാം. 2 സൈഡും ഇങ്ങനെ ഇതാക്കി നല്ലപോലെ വലിച്ച് പിന്നിലേക്ക് എടുക്കാം. എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വയ്ക്കാം. ഇത് എക്സസ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഒരു ടേപ്പ് വെച്ചിട്ട് ബാക്ക് സീൽ ചെയ്തെടുക്കാം. നമ്മുടെ സോപ്പ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 102 ഗ്രാമാണ് വന്നത്. നമ്മളെപ്പോഴും സോപ്പ് ബേസ് എടുക്കുമ്പോൾ 100 ഗ്രാമിന് സോപ്പാണെങ്കിൽ ഒരു 5 ഗ്രാം കൂടുതലായിട്ട് ബേസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. നല്ലൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.